ചെമ്പനീർ പൂവിന്റെ നാളത്തെ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആന്റണിയുടെ നിർദ്ദേശപ്രകാരം ആന്റണിയുടെ ഗുണ്ടകള് സച്ചിയുടെ കാറിന്റെ ബ്രേക്ക് ഒക്കെ അഴിച്ചു വെച്ചിരിക്കുവാണ്. ഇതറിയാതെ സച്ചി രാവിലെ തന്നെ കാർ എടുത്ത് ട്രിപ്പിന് പോയിരിക്കുവാണ്. അപ്പോൾ സച്ചി കാർ എടുത്ത് പുറത്തിറങ്ങുന്നത് നോക്കി ആന്റണിയുടെ ഗുണ്ടകളും ഉണ്ട്. അപ്പോൾ അവരുടെ പ്ലാൻ വിജയിച്ചു എന്ന് കാണുമ്പോഴേക്കും അവരവിടെ നിന്നും പോവാണ്. അപ്പോൾ സച്ചി ആണെങ്കിലോ കുറച്ചോടി കഴിയുമ്പോഴേക്കും ബ്രേക്ക് കിട്ടാത്ത കാര്യം മനസ്സിലാക്കുവാണ്. ബ്രേക്കിന് ഇതെന്തു പറ്റി എന്നൊക്കെ സച്ചി ആലോചിക്കുന്നുണ്ട്. പക്ഷെ സച്ചിക്കാണെങ്കിലോ എവിടെയും ഇടിച്ചു നിർത്താനും പറ്റുന്നില്ല. ലാസ്റ്റ് സച്ചിനെ ബ്രേക്ക് ഇല്ലാത്ത കാറ് ഓടിച്ചു പോകുമ്പോഴേക്കും നിർത്തിയിട്ടിരിക്കുന്ന ഒരു ബൈക്കിലിട്ട് ഇടിക്കുവാണേ. ആ ബൈക്ക് വേറെ ആരുടെ അല്ല, അരുൺ സാറിന്റെ ആയിരിക്കും. പിന്നെ അവിടെ നടക്കുന്ന പുകിലൊന്നും പറഞ്ഞറിയിക്കേണ്ടല്ലോ. അരുണ് സച്ചിനോടും സച്ചിക്ക് അരുണിനോടും ഭയങ്കര ദേഷ്യമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ബൈക്കിലിടിച്ച് സച്ചിയുടെ കാറ് നിൽക്കുവാണേ. അപ്പോഴേക്കും സച്ചിക്ക് ഭയങ്കര സമാധാനമാവും. ഹാവോ, വണ്ടി ആരുടെ മേത്തൊന്നും പോയി ഇടിക്കാതെ ഒരിടത്ത് നിന്നല്ലോ, വണ്ടിയല്ലേ ഇടിച്ചുള്ളൂ എന്ന് ഓർത്ത് സമാധാനത്തിൽ സച്ചി ഇങ്ങനെ കാറിൽ റിലാക്സ് ആയിട്ടിരിക്കുമ്പോഴേക്കും നമ്മുടെ അരുൺ ഇങ്ങനെ നടന്നു വരുവാണേ. അരുണിന്റെ ബൈക്കാണല്ലോ അത് സച്ചിക്കറിയില്ല. അരുൺ ബൈക്ക് നോക്കുമ്പോഴേക്കും നല്ല ഡാമേജ് ആയിട്ടുണ്ട്. അതിന്റെ സീറ്റൊക്കെ പൊളിഞ്ഞ് നല്ലോണം ഡാമേജ് ആയിട്ടുണ്ടാവും. അരുൺ ഇങ്ങനെ നടന്ന് കാറിന്റെ അടുത്തെത്തി സച്ചി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുവാണേ. അപ്പോഴാണ് സച്ചിക്ക് ആ കാര്യം മനസ്സിലാവുന്നത്, ഇടിച്ചിട്ട ബൈക്ക് അരുണിന്റെ ആണെന്ന്. അപ്പോഴേക്കും അരുൺ ചോദിക്കുന്നുണ്ട്, എന്താടാ പോലീസുകാരുടെ വണ്ടിയാണോ ഇടിച്ചിടുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അയ്യോ സാർ എനിക്കറിയില്ലായിരുന്നു ഇത് സാറിന്റെ വണ്ടിയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അരുണിന്റെ കൂടെയുള്ള കോൺസ്റ്റബിൾ പറയുന്നുണ്ട്, ഇവനെന്താ എപ്പോഴും അരുണിനോട് തന്നെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, ഇവന് അരുണിനോട് നല്ല ദേഷ്യം ഉണ്ടെന്നാ തോന്നുന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അയ്യോ ഇല്ല അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറയുവാണ്. ഇത് ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല എന്ന് പറഞ്ഞിട്ട് സച്ചി കാരണം വിശദീകരിക്കാൻ പോകുമ്പോഴേക്കും അരുൺ പറയുന്നുണ്ട്, നീ ഇത് മനഃപൂർവ്വം തന്നെ ചെയ്തതാ. എന്നോടുള്ള ദേഷ്യം മനസ്സിൽ വെച്ചുകൊണ്ട് എൻ്റെ ബൈക്ക് അവിടെ കിടക്കുന്നത് കണ്ട് നീ മനഃപൂർവ്വം വന്നിടിച്ചതാണ് അരുൺ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുവാണ്. അപ്പോൾ ഇതേ സമയം തന്നെ നമ്മുടെ മഹിമ ആ റോഡിലൂടെ ക്രോസ് ചെയ്ത് പോവാണ്. മഹിമ നോക്കുമ്പോഴേക്കും സച്ചി ഒരു പോലീസുകാരനായിട്ട് നല്ല ഉഗ്രം വഴക്കാണ്. മഹിമ കാറിൽ നിന്നിറങ്ങി ഈ വീഡിയോ ഫോണിൽ ഷൂട്ട് ചെയ്യുവാണേ. അരുൺ പറയുന്നുണ്ട്, ഞാൻ ഈ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് അങ്ങോട്ട് കുറച്ച് മാറി നിന്നത് എൻ്റെ ഭാഗ്യം, അല്ലെങ്കിൽ നീ കൂട്ടത്തിൽ എന്നെയും കൂടി ഇടിച്ചിട്ടാനായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തിൽ ചീത്ത പറയുമ്പോഴേക്കും സച്ചി വീണ്ടും ന്യായീകരിക്കാൻ നോക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക, എൻ്റെ കാറിന് ബ്രേക്ക് ഇല്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോഴേക്കും അരുണിന് ദേഷ്യം വരുന്നുണ്ട്. നീ പറയുന്നത് ഞാൻ കേൾക്കണമെന്നോ, നീ ആരാടാന്നൊക്കെ ചോദിച്ച് സച്ചിനമ്മയത്ത് തട്ടിക്കയറുവാണ് അരുണ്. പോലീസുകാരുടെ വണ്ടിയിലല്ലേ നീ വന്ന് ഇടിച്ചത്, നിനക്കിനി ഒരിക്കലും കാർ ഓടിക്കാൻ പറ്റാത്ത വിധത്തിൽ ഞാൻ ആക്കി തരും എന്ന് അരുൺ പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഹാ നിങ്ങൾ എപ്പോൾ എൻ്റെ മേത്ത് ഓരോ കേസ് ചാർജ് ചെയ്യണമെന്ന് നോക്കിയിരിക്കുമല്ലേ, ഞാൻ പറയുന്നതൊന്നും മനസ്സിലാക്കുക, സത്യമായിട്ടും എൻ്റെ കാറിന് ബ്രേക്ക് ഇല്ലായിരുന്നു എന്ന് പറയുമ്പോഴേക്കും അരുൺ പറയുന്നുണ്ട്, നീ പറയുന്നത് ഞാൻ വിശ്വസിക്കണോ അല്ലേ, ഇടിച്ചിട്ടിട്ട് നിർത്താതെ പോകാനായിരുന്നു നിന്റെ പ്ലാൻ, കയ്യോടെ പിടിച്ചതുകൊണ്ടല്ലേ നീ അവിടെ നിന്നതെന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി വീണ്ടും പറയുന്നുണ്ട്, ഇല്ല സാർ എൻ്റെ വണ്ടിക്ക് ബ്രേക്ക് ഇല്ല ശരിക്കും എന്ന് പറയുവാണ്. അരുൺ പക്ഷെ അതൊന്നും വിശ്വസിക്കുന്നില്ലേ. എന്നോടുള്ള ദേഷ്യത്തിലാണ് നീ ഇത് ചെയ്തതും തന്നെയാണ് അരുൺ പറയുന്നത്. നിനക്കെന്നെ ഇഷ്ടമല്ല, അതുകൊണ്ട് മനഃപൂർവ്വം തന്നെ ഇടിച്ചതാന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, എനിക്ക് സാറിനെ ഇഷ്ടമല്ല, പക്ഷെ എന്നും പറഞ്ഞ് ഞാൻ ആരുടെയും ദേഹത്തോ വണ്ടിയിലോ മനഃപൂർവ്വം കാറൊന്നും ഇടിച്ച് കയറ്റത്തില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും അരുൺ ദേഷ്യത്തിൽ തന്നെ വീണ്ടും ഒരുപാട് ചീത്തയൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അടുത്തുള്ള കോൺസ്റ്റബിളിനോട് പറയുന്നുണ്ട്, ഞാൻ എപ്പോഴും പറയാറില്ലേ എൻ്റെ അടുത്ത് എപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്ന ഒരുത്തൻ അതിവനാ ഈ സച്ചി എന്ന് പറയുമ്പോഴേക്കും സച്ചി ഒരുപാട് പ്രാവശ്യം വീട്ടിൽ പറഞ്ഞു നോക്കുന്നുണ്ട്, ഞാൻ മനഃപൂർവ്വമല്ല വണ്ടിക്ക് ബ്രേക്ക് ഇല്ലാത്തതാണെന്ന് പറയുമ്പോഴേക്കും അരുൺ പറയുന്നുണ്ട്, ഇനി നീ ഒന്നും പറയണ്ട, ഇങ്ങോട്ടേക്ക് വാടാന്ന് പറഞ്ഞിട്ട് പോലീസ് ജീപ്പിന്റെ അടുത്തോട്ട് വലിച്ചുകൊണ്ടും പോവാണ്. ഇനി ഒരിക്കലും നിനക്ക് വണ്ടി ഓടിക്കാൻ പറ്റാത്ത വിധത്തിൽ ഞാൻ ആക്കി തരും എന്ന് പറഞ്ഞിട്ടാണ് അരുൺ കൊണ്ടുപോകുന്നത്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, സാർ ബ്രേക്ക് ഇല്ല സാർ, എൻ്റെ വണ്ടിക്ക് ബ്രേക്ക് ഇല്ല, ഞാൻ പറയുന്നതൊന്ന് വിശ്വസിക്കുക, നിങ്ങളൊരു നിരപരാധിയാണ് ഈ പിടിച്ചുകൊണ്ടും പോകുന്നതെന്ന് പറയുമ്പോഴേക്കും അരുൺ പറയുന്നുണ്ട്, അതൊക്കെ സ്റ്റേഷനിൽ വന്നിട്ട് സംസാരിക്കാടാന്ന് പറഞ്ഞിട്ട് കോൺസ്റ്റബിളിനോട് പറയുന്നുണ്ട്, താൻ ആ പോയി ഇവൻ്റെ വണ്ടി കാറുമായിട്ട് നേരെ സ്റ്റേഷനിലോട്ട് വാ, ഞാൻ ഇവനെയും കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ജീപ്പിൽ പോയിക്കോളാം എന്ന് പറയുവാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, സാർ എൻ്റെ വണ്ടി എടുക്കല്ലേ, ആ വണ്ടിക്ക് ശരിക്കും ബ്രേക്ക് ഇല്ല എന്ന് പറയുമ്പോഴേക്കും അരുൺ പറയുന്നുണ്ട്, ഇവൻ പറയുന്നതൊന്നും കേൾക്കണ്ട, ഇവനെ ഈ കേസിൽ നിന്നും എസ്കേപ്പ് ആവാൻ നോക്കുക, നിങ്ങൾ അവൻ പറയുന്നതൊന്നും വിശ്വസിക്കാതെ ആ കാർ എടുത്ത് സ്റ്റേഷനിലോട്ട് വാ എന്ന് പറഞ്ഞിട്ട് ആ കോൺസ്റ്റബിളിനെ സച്ചിയുടെ കാറിൻ്റെ അടുത്തോട്ട് വിടുവാണ്. സച്ചി അപ്പോഴും അവിടെ നിന്ന് വിളിച്ചു കൂവിക്കൊണ്ടിരിക്കുവാണ്, സാർ വണ്ടി എടുക്കല്ലേ, അതിന് ബ്രേക്ക് ഇല്ല, ഞാൻ സത്യമാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു കൂവുമ്പോഴേക്കും ആരും കേൾക്കുന്നില്ല, ആരും വിശ്വസിക്കുന്നുമില്ല സച്ചി പറയുന്നത്. അങ്ങനെ സച്ചിയും കൂട്ടി അരുൺ ജീപ്പിൽ കയറ്റിയിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് പോവാണ്. മഹിമ ഈ വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ, എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ മോളെയും മരുമോനെയും ആ വീട്ടിൽ നിന്നും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പിടിച്ചുകൊണ്ടും വരാൻ ഒരു ഉഗ്രൻ കാരണം കിട്ടി, ഈ വിഷയം ഊതിപ്പിരിപ്പിച്ച് വലുതാക്കി എൻ്റെ മോളെ ഞാൻ ആ ചന്ദ്രോദയത്തിൽ നിന്നും എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുവരും, ഇപ്പം തന്നെ ഇതെല്ലാവർക്കും അയച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് മഹിമ ആ വീഡിയോ എല്ലാവർക്കും സെൻഡ് ചെയ്ത് കൊടുക്കുവാണ്.
ആദ്യം തന്നെ വർഷ ഈ വീഡിയോ കണ്ടിട്ട് ശ്രീകാന്തിനെ കാണിച്ചു കൊടുക്കുന്നുണ്ടേ. ശ്രീകാന്തേ, ഈ വീഡിയോ ഒന്ന് നോക്കിക്കേ, സച്ചിനെ പോലീസ് പിടിച്ചോണ്ടും പോയി എന്ന് പറഞ്ഞ് കാണിക്കുവാണ്. അപ്പോൾ ശ്രീകാന്ത് അത് കണ്ടിട്ട് ഭയങ്കര ഷോക്കാവുകയാണ്. ഇതെന്താ, സച്ചിനെ എന്തിനാ പോലീസ് പിടിക്കുന്നേ? നിനക്ക് ഈ വീഡിയോ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കുമ്പോഴേക്കും വർഷ പറയുന്നുണ്ടേ, ഇതെൻ്റെ മമ്മി അയച്ചു തന്നതാന്ന് പറയുവാണ്. അപ്പോൾ ശ്രീകാന്ത് പറയും, മമ്മിയോ? മമ്മിക്ക് എവിടെ നിന്ന് കിട്ടിയ ഈ വീഡിയോ എന്ന് ചോദിക്കുമ്പോഴേക്കും വർഷ പറയും, അതൊന്നും എനിക്കറിയില്ല, പക്ഷേ സച്ചിനെ പോലീസ് പിടിച്ചു എന്നുള്ളത് സത്യമാണെന്ന് പറയുമ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ടേ, ഞാൻ സച്ചിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് ഫോണിൽ ഡയൽ ചെയ്യുവാണ്. പക്ഷെ സച്ചിയെ കിട്ടുന്നില്ല. ഇതേ സമയം തന്നെ കാണിക്കുന്നത് ചന്ദ്രോദയത്തിൽ ചന്ദ്രയ്ക്കും ഈ വീഡിയോ മഹിമ ഷെയർ ചെയ്യുന്നുണ്ട്. ചന്ദ്ര വീഡിയോ കണ്ട് ഭയങ്കര ഷോക്കാവുകയാണ്. ചന്ദ്ര അത് അപ്പം തന്നെ രവീന്ദ്രനെ വിളിച്ച് കാണിക്കുന്നുണ്ട്. ദേ നോക്കിക്കേ, നിങ്ങളുടെ മോൻ എന്തായി കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ രവീന്ദ്രൻ പറയും, എൻ്റെ മോനോ? നമ്മുടെ മോനെന്ന് പറ, നമുക്ക് 3 മക്കളുണ്ട്, അതിലേത് മോൻ്റെ കാര്യമാണ് നീ പറയുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, നിങ്ങളുടെ പുന്നാര മോൻ സച്ചി ദേ പോലീസിൻ്റെ മേത്ത് തട്ടി കയറിയിട്ട് അവനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ അത് ഷോക്കാവുന്നുണ്ട്. എന്നിട്ട് ചന്ദ്രയുടെ കയ്യിൽ നിന്നും ആ വീഡിയോ മേടിച്ച് നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അയ്യോ ഇതെന്താ കാര്യം, സച്ചിയെ പോലീസ് പിടിച്ചോ? ഞാൻ അവനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, ഇപ്പോൾ കളിച്ച് കളിച്ച് പോലീസുകാരോട് അവൻ്റെ കളി, അവനെ പോലീസുകാരാരാണെന്ന് ശരിക്കും അറിയും, അവനെ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്, അവർ നല്ലോണം പെരുമാറിയിട്ട് വിട്ടോളും എന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, നീ എന്താ ചന്ദ്ര ഈ പറയുന്നത്? സച്ചി എന്ന് പറയുന്നത് നമ്മുടെ മോനും കൂടിയാ, എന്തോരം നിരപരാധികളെ പോലീസുകാർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്, അതിൻ്റെ സത്യാവസ്ഥ തെളിയുമ്പോഴേക്കും അവരെ വെറുതെ വിടുകയും ചെയ്യും, സച്ചി നിരപരാധിയായിരിക്കും, എനിക്കുറപ്പാ, ഞാൻ അവനെ വിളിക്കട്ടെ എന്ന് പറഞ്ഞ് രവീന്ദ്രൻ സച്ചിയെ വിളിക്കുമ്പോഴേക്കും കിട്ടുന്നില്ലേ. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, നിങ്ങൾ എപ്പോഴാ അവൻ്റെ ദോഷങ്ങളും ചീത്തവശങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്? അവൻ എന്ത് തെറ്റ് ചെയ്താലും നിങ്ങൾ അവനെ സപ്പോർട്ട് ചെയ്താലേ സംസാരിച്ചിട്ടുള്ളൂ, ഇതും അങ്ങനെ തന്നെയേ വരുള്ളൂ, എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഈ വീഡിയോ എനിക്ക് ആരാ അയച്ചതെന്ന് അറിയാവോ? വർഷയുടെ അമ്മയാന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, ഹോ അവരാണോ അയച്ചത്? അപ്പം എന്തായാലും നല്ല ഉദ്ദേശത്തോടു കൂടിയല്ല ഇത് അയച്ചിരിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, എന്ത് ഉദ്ദേശത്തോടു കൂടിയാണെങ്കിലും ശരി, പിടിച്ചോണ്ടും പോയിരിക്കുന്നത് നിങ്ങളുടെ പുഞ്ഞാര മോനെയാ, ഇനി അവരുടെ അടുത്തൊക്കെ ഞാൻ എന്ത് മറുപടി പറയും, ആകെ നാണക്കേടായല്ലോ എന്ന് പറഞ്ഞ് ചന്ദ്ര ഭയങ്കരമായിട്ട് ബഹളം വെക്കുവാണ് രവീന്ദ്രനോട്. ഇവനെ പ്രസവിച്ചത് തന്നെ തെറ്റായിട്ട് തോന്നുന്നു, ഏത് നേരത്താണാവോ ഇവൻ വന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, അവനും നിന്റെ വയറ്റിൽ നിന്ന് തന്നെയല്ലേ വന്നത് ചന്ദ്രയെന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, പക്ഷെ വളർത്തിയത് ഞാനല്ലല്ലോ, മൂത്ത ആളെയും ഇളയവനെയും മാത്രമാണ് ഞാൻ വളർത്തിയത്, അവനെ വളർത്തിയത് നിങ്ങളുടെ അമ്മയല്ലേ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര പുച്ഛിക്കുന്നുണ്ട്. എൻ്റെ അമ്മ അവനെ നല്ലതുപോലെ തന്നെയാണ് വളർത്തിയത്, നീ ചെറുപ്പം മുതലേ പിള്ളേരുടെ ഇടയിൽ വേർതിരിവ് കാണിക്കുന്നുണ്ട് ചന്ദ്രയെ, അതൊന്നും നല്ലതിനല്ല. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, പിന്നെ നിങ്ങളുടെ അമ്മ നന്നായിട്ട് വളർത്തിയതിൻ്റെ ഗുണമാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ കണ്ടതെന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ ആദ്യം എന്താ ഏതാന്ന് സംഭവം ഒന്ന് അന്വേഷിക്കട്ടെ, അവനെ വിളിച്ചിട്ട് കിട്ടില്ലെങ്കിൽ ഞാൻ നേരെ സ്റ്റേഷനിലോട്ട് പോകും, എന്നിട്ട് എന്താ കാരണം എന്നൊക്കെ ചോദിച്ചറിയും എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട്, അവൻ ഈ ജയിലിൽ പോകുന്നതും വരുന്നതും ഒന്നും പുതിയ കാര്യമൊന്നും അല്ലല്ലോ, ചെറുപ്പം മുതലേ അങ്ങനെ തന്നെയല്ലേ, ചെറുതിലേ മുതൽ അവനെ പോലീസ് പിടിച്ചുകൊണ്ടും പോകാൻ തുടങ്ങിയതാന്നൊക്കെ ചന്ദ്ര പറയുമ്പോഴേക്കും രവീന്ദ്രൻ ഇങ്ങനെ ഭയങ്കര വിഷമത്തോടെയും ദേഷ്യത്തോടെയും കൂടിയൊക്കെ ചന്ദ്രയെ നോക്കുന്നുണ്ട്. അവൻ്റെ ചെറുതിലേ മുതലേ അവൻ കാരണം ബാക്കിയുള്ളവരുടെ മുമ്പിൽ അപമാനപ്പെട്ട് നിൽക്കുക എന്നൊക്കെ പറയുമ്പോഴേക്കും രവീന്ദ്രൻ്റെ നിയന്ത്രണം വിട്ട് രവീന്ദ്രൻ പൊട്ടിത്തെറിക്കുന്നുണ്ട്. ഒന്ന് നിർത്ത് ചന്ദ്രേ, ഇപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും നീ പറയാൻ നിൽക്കരുത്, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കുറ്റബോധം നിനക്ക് തന്നെ ഉണ്ടാവത്തുള്ളൂ ചന്ദ്രേ, പോലീസ് അവനെ പിടിച്ചുകൊണ്ടും പോയി അറസ്റ്റ് ചെയ്തു ജയിലിലിട്ടു എന്നൊക്കെ നീ പറയുന്നുണ്ടല്ലോ, പക്ഷേ ശരിക്കും എന്താ സംഭവിച്ചതെന്ന് നിനക്കറിയാവോ? ചെയ്യാത്ത തെറ്റിനാ അവനെ പോലീസ് പിടിച്ചുകൊണ്ടും പോയതെന്ന് പറഞ്ഞ് രവീന്ദ്രൻ പൊട്ടിത്തെറിക്കുവാണേ. അപ്പോഴേക്കും ചന്ദ്ര ഇങ്ങനെ സംശയത്തോടെ നോക്കുന്നുണ്ട് രവീന്ദ്രനെ. ഈ സംഭാഷണം ഇവിടെ നിർത്തുന്നതാ നിനക്ക് നല്ലത്, ചില സത്യങ്ങൾ അതുപോലെ തന്നെ പുറത്ത് പറയാതിരിക്കുന്നതും നല്ലതാ, ഞാൻ എന്താ ഏതാന്നൊക്കെ പോയി അന്വേഷിച്ചിട്ട് പറ്റിയ, എന്നിട്ട് നീ അവനെ കുറ്റപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ വീട്ടിൽ നിന്നും പോവാണ്. പിന്നെ കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ്. അവിടെ സച്ചിയുടെ ഫോൺ ഇങ്ങനെ നിർത്താതെ അടിച്ചുകൊണ്ടിരിക്കുവാണ്. ലാസ്റ്റ് പോലീസുകാരൻ ഗതികെട്ട ഫോൺ എടുക്കുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റായിട്ട് വിളിക്കുന്നത് നമ്മുടെ രേവതിയാണ്, ഉച്ചക്കത്തെ കാര്യം ചോദിക്കാനൊക്കെയാണ് വിളിക്കുന്നത്. അപ്പോൾ ഫോൺ എടുക്കുന്നതാണെങ്കിലോ പോലീസുകാരനുമാണ്. സച്ചി അപ്പോൾ ഓടി വരുന്നുണ്ട്, സാർ അതെൻ്റെ വൈഫാണ് സാർ, ഞാനൊന്ന് സംസാരിക്കട്ടെ എന്ന് പറയുമ്പോഴേക്കും പോലീസ് പറയുന്നുണ്ട്, താൻ അവിടെ പോയി മാറി നിൽക്കണോ, തന്നോട് അവിടെ നിൽക്കാനല്ലേ പറഞ്ഞത്, ഞാൻ എടുത്ത് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് പോലീസ് എടുത്ത് സംസാരിക്കുന്നുണ്ട് രേവതിയോട്. അപ്പോൾ രേവതി ചോദിക്കും, ഇതാരാന്ന് ചോദിക്കുമ്പോഴേക്കും ഇത് സ്റ്റേഷനിൽ നിന്നാണ് പറയുന്നുണ്ട്. ഇതാരാന്ന് ചോദിക്കുമ്പോഴേക്കും ഞാൻ ഈ ഫോൺ ഉപയോഗിക്കുന്ന ആളുടെ വൈഫാന്ന് രേവതിയും പറയുന്നുണ്ട്. അയാളെ ഒരു പോലീസുകാരുടെ വണ്ടി ഇടിച്ചിട്ട് ഇപ്പോൾ സ്റ്റേഷനിലാന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, പോലീസുകാരുടെ വണ്ടി ഇടിച്ചിട്ട് സ്റ്റേഷനിലോ? എൻ്റെ സച്ചിയേട്ടൻ അങ്ങനെയൊന്നും ചെയ്യില്ല, ഇത് എന്തോ തെറ്റിദ്ധാരണയാണെന്ന് പറയുമ്പോഴേക്കും പോലീസ് പറയുന്നുണ്ട്, തെറ്റിദ്ധാരണയോ, ഞങ്ങൾ കണ്ടോണ്ടിരിക്കുക, ഇനി കൂടുതലൊന്നും
എനിക്കൊന്നും സംസാരിക്കാനില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ നേരെ സ്റ്റേഷനിലോട്ട് വാ, ഫോൺ കുറേ നേരം അടിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ ഫോൺ കോൾ ഞങ്ങൾ അറ്റൻഡ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യുവാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചി ഇൻസ്പെക്ടറെ കാണുമ്പോഴേക്കും ഓടിപ്പോയി പറയുന്നുണ്ട്, സാർ ഞാൻ നിരപരാധിയാ സാർ, ആ കാറിന് ബ്രേക്ക് ഇല്ലായിരുന്നു, അല്ലാതെ ഞാൻ മനഃപൂർവ്വം ഒന്നല്ല ഇടിച്ചെന്ന് പറയുമ്പോഴേക്കും പോലീസ് പറയുന്നുണ്ട്, ഇൻസ്പെക്ടർ പറയുന്നുണ്ട്, തനിക്കും അരുണിനും ഇടയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾക്കറിയാം, താനിത് മനഃപൂർവ്വം ചെയ്തത് തന്നെയാണ് എനിക്കുറപ്പാന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഒരു പോലീസുകാരൻ്റെ വണ്ടി ഇടിച്ച് തെറിപ്പിക്കാൻ മാത്രം മണ്ടനാണോ സാർ ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല സാർ, അതിന് ശരിക്കും ബ്രേക്ക് ഇല്ലായിരുന്നു എന്ന് സച്ചി വീണ്ടും ആവർത്തിച്ച് പറയുന്നുണ്ട്. അരുൺ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ താൻ അയാളെയും ഇടിച്ച് തെറിപ്പിക്കുമായിരുന്നു എന്ന് ഞങ്ങൾക്കറിയാം, തനിക്ക് അയാളോട് അത്രയ്ക്ക് ദേഷ്യമുണ്ടെന്ന് സച്ചി പറയുമ്പോഴേക്കും സച്ചി വീണ്ടും പറയുന്നുണ്ട്, ഇല്ല സാർ ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയുമ്പോഴേക്കും അരുൺ വരുവാണേ. അപ്പോഴേക്കും ഇൻസ്പെക്ടർ ചോദിക്കുന്നുണ്ട്, അരുൺ പറ, ഇയാളെ എന്താ ചെയ്യേണ്ടത്, ഇവൻ്റെ ലൈസൻസ് എന്നെ കട്ട് ചെയ്ത് കളയട്ടെ എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, സാർ അതെൻ്റെ ജീവിത മാർഗ്ഗമാണ് സാർ, അങ്ങനെയൊന്നും ചെയ്യല്ലേ എന്ന് അപേക്ഷിക്കുവാണ് സച്ചി. അപ്പോൾ അരുൺ പറയുന്നുണ്ട്, സാർ പറഞ്ഞതുപോലെ തന്നെ ഇയാളുടെ ലൈസൻസ് കട്ട് ചെയ്യാമെന്ന് പറയുമ്പോഴേക്കും സച്ചി അപേക്ഷിക്കുവാണ് ഇൻസ്പെക്ടറിനോട്, സാർ അങ്ങനെയൊന്നും ചെയ്യല്ലേ സാർ, ഞാൻ നിരപരാധിയാണെന്ന് പറയുമ്പോഴേക്കും ഇൻസ്പെക്ടർ പറയുന്നുണ്ട്, അരുൺ ഇയാളുടെ കാറ് താൻ എന്ത് കാരണവശാലും കൊടുത്തു പോകരുത്, ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇൻസ്പെക്ടർ അവിടെ നിന്നും പോവുകയാണേ. പിന്നെ സച്ചിയും അരുണും കൂടി സ്റ്റേഷനിൽ വെച്ച് കൊമ്പ് കോർക്കുവാണ്. അരുൺ ഇങ്ങനെ ദേഷ്യത്തിൽ സച്ചിയെ തള്ളിയിടുന്നുണ്ട്. അപ്പോഴേക്കും സച്ചി ദേഷ്യത്തിൽ എഴുന്നേറ്റ് നിന്ന് നോക്കുന്നുണ്ട്. എന്നിട്ട് സച്ചി പറയുന്നുണ്ട്, സാർ എൻ്റെ അടുത്തുള്ള ദേഷ്യം തീർക്കുവാണെന്ന് എനിക്കറിയാമെന്ന് പറയുമ്പോഴേക്കും അരുൺ പറയും, നിന്റെ അടുത്തുള്ള ദേഷ്യമോ, നീയല്ലേ ദേഷ്യം കാരണം എന്നെ ഇടിച്ചിടാൻ വന്നത്, ഈ ഒരു അവസരത്തിന് വേണ്ടി ഞാൻ ഒരുപാട് നാളായി കാത്തിരിക്കുന്നു, നിന്നെ എൻ്റെ കയ്യിൽ കിട്ടാൻ ഞാൻ നോക്കി നിൽക്കുമായിരുന്നു, ഈ അവസരം ഞാൻ പാഴാക്കില്ലടാന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അല്ലെങ്കിലും നിങ്ങളുടെ അധികാരം പാവങ്ങളുടെ ദേഹത്തല്ലേ തീർക്കത്തുള്ളൂ, എനിക്കറിയാം സാറിൻ്റെ മനസ്സിൽ എന്താണെന്ന് സച്ചി ദേഷ്യത്തിൽ പറയുമ്പോഴേക്കും അരുൺ പറയുന്നുണ്ട്, അറിയാലോ, അപ്പോൾ ഇവിടെ നിന്ന് പോവാൻ നോക്ക്, ഇനി ഇവിടെ നിന്ന് സമയം കളയണ്ട, നീ ഇനി ഒരിക്കലും കാർ ഓടിക്കാൻ പോകുന്നില്ലടാ എന്ന് പറയുവാണേ. എന്നിട്ട് അവിടെയുള്ള കോൺസ്റ്റബിളിനോട് പറയുന്നുണ്ട് ഈ സച്ചിയെ പിടിച്ച് പുറത്താക്കാൻ. അപ്പോൾ അവരൊക്കെ പറയുന്നുണ്ട്, ഇനി ഇവിടെ നിന്ന് നേരം കളയണ്ട, താൻ പൊയ്ക്കെന്ന് പറഞ്ഞിട്ട് സച്ചിയെ പുറത്താക്കുവാണ്. ഇറങ്ങാൻ നേരം സച്ചി ഇങ്ങനെ കലിപ്പിൽ അരുണിനെ നോക്കിക്കൊണ്ടാണ് പോകുന്നത്. അരുണും അതുപോലെ തന്നെ ദേഷ്യത്തിൽ നോക്കുവാണ് സച്ചിയെ. സച്ചി പുറത്തെത്തുമ്പോഴേക്കും രേവതി ഓടി വരുവാണ് സ്കൂട്ടറിൽ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, സച്ചിയേട്ടാ എന്താ പ്രശ്നം, സച്ചിയേട്ടൻ ഏതോ പോലീസുകാരൻ ഇടിച്ചിട്ടെന്ന് കേട്ടല്ലോ എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, എൻ്റെ രേവതി ഞാൻ ആരെയും ഇടിച്ചിട്ടിട്ടൊന്നുമില്ല, അവരെൻ്റെ കാർ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുകയെന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി പറയും, എന്താ സച്ചിയേട്ടാ എന്താ നടന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി നടന്ന കാര്യങ്ങളൊക്കെ പറയുവാണേ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടനൊന്നും സംഭവിച്ചില്ലല്ലോ, അയ്യോ ബ്രേക്ക് പോയോ കാറിൻ്റെ, അപ്പോൾ ആ കാരണങ്ങൾ പറഞ്ഞുകൂടായിരുന്നു എന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അവരതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല രേവതി, ഞാൻ ആ അരുണിനോടുള്ള ദേഷ്യം തീർത്തതാണെന്നാ ഇൻസ്പെക്ടർ പോലും പറയുന്നത്, ഞാനിനി എന്ത് ചെയ്യാനാ, എൻ്റെ ലൈസൻസ് കട്ട് ചെയ്യുന്ന അവർ പറയുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയും, അതെങ്ങനെ ലൈസൻസ് കട്ട് ചെയ്യാൻ പറ്റും, അത് നമ്മുടെ ജീവിത മാർഗ്ഗമല്ലേ, നമുക്ക് സംസാരിച്ച് നോക്കാം എന്ന് പറയുമ്പോഴേക്കും പുറത്തോട്ടൊരു കോൺസ്റ്റബിൾ വന്ന് സച്ചിയുടെ ഫോൺ കൊടുക്കുവാണേ. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഇതുവരെ പോയില്ലേ, എളുപ്പം പോകാൻ നോക്കുമെന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, സാർ എൻ്റെ ഭർത്താവ് നിരപരാധിയാണ്, കാറിന് ബ്രേക്ക് ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറയുമ്പോഴേക്കും കോൺസ്റ്റബിൾ പറയുന്നുണ്ട്, പിന്നെ കാറിന് ബ്രേക്ക് ഇല്ല, ഇവൻ്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് ഞങ്ങൾക്ക് നല്ലതുപോലെ അറിയാം, എത്രയും വേഗം ഇവിടുന്ന് പോകാൻ നോക്ക്, ഇനി ഇവൻ ആ കാറ് ജന്മത്ത് കിട്ടാൻ പോകുമെന്ന് തോന്നുന്നില്ല, ഇവൻ്റെ ലൈസൻസും ഞങ്ങൾ കട്ട് ചെയ്യാൻ പോവാന്ന് പറയുവാണ്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചെമ്പനീർപ്പൂവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.